ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാനിന്നൊരു ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് വന്നത്. എൻ്റെ റൂം മെസ്സി ആയിട്ട് കിടക്കുകയായിരുന്നു. ഇന്ന് രാവിലെ ഇപ്പോൾ സ്കൂള് ഇല്ലാത്തത് ഒരു ദിവസമാണ് കേട്ടോ അത് ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ കുട്ടികളൊക്കെ കളിച്ച സാധനങ്ങളൊക്കെ ഉണ്ട് ബെഡിൽ. പിന്നെ അതൊക്കെ അടിച്ച് വരാൻ തുടയ്ക്കാനൊക്കെ പോകണുള്ളൂ. പിന്നെ ഇന്നലെ തിരുമ്പി ഉണങ്ങിയ ഡ്രസ്സൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മടക്കി വെക്കലും കട്ടിലെല്ലാം ബെഡ്ഷീറ്റ് ഒക്കെ മാറ്റണം. രാവിലെ തന്നെ ഞാൻ പില്ലോ കവർ മാറ്റിയിട്ടുണ്ടേനു. ഇനി ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റണം, ബെഡൊക്കെ ഒന്ന് തട്ടണം, പിന്നെ ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. റൂമിലൊരു ടേബിളുണ്ട്, അതൊന്ന് തുടയ്ക്കാനുണ്ട്. കുറച്ചായി തുടച്ചിട്ട് നന്നായിട്ട് പൊടി പിടിച്ച് കിടക്കുകയാണ് ടേബിള്. അപ്പോൾ അതൊന്ന് നനച്ച് തുടയ്ക്കാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അലക്കിയ ഡ്രസ്സെല്ലാം മടക്കി യഥാസ്ഥാനത്ത് വെക്കാണ് അലമാരയിൽ. പിന്നെ കുട്ടികളെ മാസ്ക്, ടവല് അങ്ങനെയുള്ള സംഭവങ്ങൾ, പിന്നെ ഇന്നവേഴ്സൊക്കെ ഞാൻ സെപ്പറേറ്റ് കവറുകളിലാണ് ആക്കിയേക്കുക. അതൊക്കെ കവറിൽ ആക്കി പിന്നെ വേറെയുള്ള ഡ്രസ്സ് കാര്യങ്ങളെല്ലാം അലമാരയിലേക്ക് യഥാസ്ഥാനത്ത് വെക്കാം കേട്ടോ. കുട്ടികളൊക്കെ അവിടെ അപ്പുറത്ത് ടി വി കാണുകയാണ്. പിന്നെ ഐഷുമ്മ ഇതിൻ്റെ ഇടയിൽ വീഡിയോൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കണൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ വരും ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ. അങ്ങനെ ഇതാ ഡ്രസ്സെല്ലാം മടക്കി എടുത്ത് വെക്കാണ് കേട്ടോ. അങ്ങനെ തുണികളെല്ലാം മടക്കി വെച്ച് എല്ലാവരും പുതച്ച പുതപ്പുകളും അങ്ങനത്തെ സംഭവങ്ങളെല്ലാം മടക്കി അലമാരയിൽ വെച്ച്, പിന്നെ ബെഡ്ഷീറ്റും ഇങ്ങോട്ട് ഊരി മാറ്റി, ഷീറ്റും മൂത്രമൊഴിക്കുന്നതിന് ഇട്ട ഷീറ്റൊക്കെ എടുത്ത് ഫുള്ള് നല്ലോണം തട്ടിക്കൊട്ടി ഷീറ്റൊക്കെ നല്ല വൃത്തിയാക്കി വിരിച്ച്, പിന്നെ എന്താ ബെഡ്ഷീറ്റും വിരിച്ചിട്ടോ. എൻ്റെ ഇടയിൽ കണ്ടില്ലേ ഐഷുമ്മ വന്നിട്ട് എന്നെ അവിടെ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. ഞാൻ അവളൊന്ന് സെറ്റാക്കാനുണ്ട്. ഫുഡൊക്കെ കഴിച്ചിങ്ങനെ നടക്കുകയാണ്. അങ്ങനെ ഇതാ തലേണയും ഒക്കെ നല്ലോണം ഒന്ന് തട്ടി ബെഡിൽ തന്നെ വെച്ച്, പിന്നെ 2 ബ്ലാങ്കറ്റ് ഉണ്ട്, അത് ഞങ്ങൾ താഴെ വിരിച്ചിട്ട് രാത്രി കിടക്കുന്നതാണ്. അപ്പോൾ അതൊന്ന് മടക്കി ബെഡിൽ തന്നെ വെച്ച്, അങ്ങനെ ബെഡെല്ലാം ഒരുവിധം സെറ്റാക്കിയിട്ട് ഞാൻ എന്താ ടേബിൾമേലേക്ക് വന്നു. ടേബിൾമേൽ പിന്നെ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതായിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ടാവും. എത്ര ഞാൻ ഇവിടെ നിന്ന് ഒഴിച്ചാലും ഒരുപാട് തവണ ഞാൻ ഇങ്ങനെ ക്ലീൻ ചെയ്യലുണ്ട്. സാധനങ്ങൾ വേണ്ടാത്തതെല്ലാം ഒഴിവാക്കും, വേണ്ടിയത് മാത്രം വെക്കും. അങ്ങനെ എത്ര തവണ ഞാൻ ക്ലീൻ ചെയ്താലും പിന്നെയും സാധനങ്ങൾ കൂടും. പിന്നെ കണ്ടില്ല നല്ല പൊടിയുണ്ട്, നല്ല പൊടി പാറലുണ്ട് ഇവിടെ റൂമിലൊക്കെ. എന്താണ് ഫാനൊക്കെ പെട്ടെന്ന് പൊടിയാവും. ഞാൻ വേണ്ടാത്തൊരു തുണിയാട്ടോ എടുത്തത്, വേസ്റ്റ് ആയിട്ടുള്ളൊരു തുണിയാണ് എടുത്തത്. വീഡിയോ എടുക്കലും ക്ലീനിങ്ങും കൂടെ അത്ര കൊണ്ട് സെറ്റായിട്ട് നടക്കണില്ല കേട്ടോ. അപ്പം എന്തായാലും ഞാൻ ഇത് ക്ലീൻ ചെയ്ത് മുകളിലത്തെ ഭാഗം ക്ലീൻ ചെയ്ത്, പിന്നെ അടിയിൽ ഞാൻ നിസ്കാരക്കുപ്പായും നിസ്കാരപ്പാടൊക്കെയാണ് വെക്കുക. അവിടെ അതേപോലെ നല്ലോണം ആദ്യം നനച്ച് തുടച്ച്, പിന്നെ നനയാത്ത ഭാഗം കൊണ്ട് ആ തുണീനെ കൊണ്ട് അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നല്ലോണം ഒന്ന് തുടച്ചെടുക്കണുള്ളൂ. ഇത് ഇനിയിപ്പം നോമ്പ് കാര്യമൊക്കെ ആയാൽ നല്ലോണം പുറത്തൊക്കെ കൊണ്ടുപോയിട്ടിട്ട് നല്ലോണം ഒന്ന് തുടയ്ക്കണം. അപ്പോൾ തൽക്കാലം ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. വല്ലാതെ അങ്ങനെ പൊടി കാണുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. അങ്ങനെ അതെല്ലാം എടുത്തതെല്ലാം തിരിച്ച് വെച്ച്, പിന്നെ ഇതൊരു കുപ്പിയിൽ ഇങ്ങനെ ഫ്ലവർ, കുട്ടികൾക്ക് മദ്രസയിൽ നിന്ന് കിട്ടിയ ഫ്ലവർ, അതിങ്ങനെ ചുമ്മാ വെച്ചതായിരുന്നു. അപ്പോൾ കുപ്പീൻ്റെ മുകളിലൊക്കെ നല്ല പൊടിയുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച്, പിന്നെ ഇങ്ങനത്തെ ഫ്ലവേഴ്സിൻ്റെ മുകളിൽ പെട്ടെന്ന് പൊടി മുടി ഒക്കെ കുടുങ്ങി കിടക്കുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി ജസ്റ്റ് അങ്ങനെ തന്നെ ഒന്ന് വെച്ചിട്ടോ. പിന്നെന്താ, പിന്നെ ടേബിൾ മേൽ ഇപ്പോൾ സാധനമൊന്നുമില്ല. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ സാധനങ്ങളെല്ലാം ഇതിൻ്റെ മുകളിൽ തന്നെ കയറും. പിന്നെ ഏറ്റവും അടിയിൽ ഞാൻ ഇതൊരു ബാഗിൻ്റെ സാധനമായിരുന്നു കേട്ടോ. പിന്നെ ഈ പേപ്പർ എനിക്ക് ആവശ്യമുണ്ട് സ്റ്റിച്ചിങ്ങിന് പോകുമ്പോൾ. ഇതൊക്കെ സ്റ്റിച്ചിങ്ങിന് പോയിട്ട് ഒഴിവാക്കിയ തുണിയാണ്. പിന്നെ ഇതിൻ്റെ വേണ്ടാത്ത സാധനങ്ങളും വേണ്ടിയ സാധനങ്ങളൊക്കെ വെക്കുന്ന ഒരു ബാഗാട്ടോ, പഴയ ബാഗാണ്. പിന്നെ സ്റ്റിച്ചിങ്ങിൻ്റെ സാധനങ്ങൾ, നൂല്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ച്, പിന്നെ വേണ്ടാത്ത കുട്ടികളെ ബാഗും, നല്ല ബാഗാണ്, യൂസ് ചെയ്യലില്ല കുട്ടികൾ. അപ്പോൾ അതൊക്കെ ആണ് ഇതിൻ്റെ ഉള്ളിൽ. നമുക്ക് അത്യാവശ്യമായിട്ട് പെട്ടെന്ന് എടുക്കാനുള്ള സാധനങ്ങളായതുകൊണ്ടാണ് ഇവിടെ തന്നെ വെച്ചത്.
അങ്ങനെ അതെല്ലാം എടുത്ത് മാറ്റി തൽക്കാലം അവിടെ ഞാൻ നല്ലോണം ഒന്ന് ജസ്റ്റ് തുടച്ചെടുക്കുകയാണ്. പിന്നെ അതാ ജനാലമേലും അതേപോലെ തന്നെ ടേബിൾമേലും എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതൊക്കെ ജനാലമേലും ഉണ്ടാവും. അതേപോലെ ജനാലയും ജസ്റ്റൊക്കെ അവിടെയുള്ള സാധനങ്ങളൊക്കെ മാറ്റി ആ തുണി കൊണ്ടൊക്കെ തന്നെ ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ എൻ്റെ മോൻ്റെ ഓരോ വിക്രസ് പണികളാണ്. വേണ്ടാത്ത ഓരോ സാധനങ്ങൾ പാത്രത്തിൽ നിറച്ചിങ്ങനെ ഇരുമ്പും തുരുമ്പും ഒക്കെ എടുത്ത് ഇങ്ങനെ വെക്കും. അപ്പം ഇങ്ങനെ ജനാലയും ഞാൻ തുടച്ച് ജസ്റ്റ് ഒന്ന് പൊടിയൊക്കെ തട്ടി തുടച്ച് ജനാലൊക്കെ തുറന്നിട്ട്, ഖുറാനിപ്പോൾ ഞാൻ തൊടുന്നില്ല കേട്ടോ. അപ്പം എനിക്ക് വുളു ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഖുറാൻ തൊടാതെ മെല്ലെ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ തുടച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇത് എക്കോറിയത്തിലുള്ള മീൻ ചത്തുപോയി. അപ്പോൾ സിയ അതിന് കളറൊക്കെ ചെയ്ത് ചിത്രമൊക്കെ വരച്ച് കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ. അങ്ങനെ ഏകദേശം ക്ലീനിങ് പരിപാടി കഴിഞ്ഞ്. ഇപ്പോൾ കണ്ടില്ലേ ടേബിൾ മേൽ സാധനങ്ങളെല്ലാം കൂടി. അങ്ങനെ ഇനിയിപ്പോൾ അടിച്ച് വാരണം. അടിച്ച് വരാതെ ചൂലൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ അടിച്ച് വാരണം, തുടയ്ക്കണം, അങ്ങനത്തെ പരിപാടികളെല്ലാം ഉണ്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.